അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികൾ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന മദ്രസയിൽ 5ാം ക്ലാസിന്റെ പൊതുപരീക്ഷയുടെ ഫിഖ്ഹിന്റെ ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പറാണ് വായിക്കുന്നത്. ഇൻഷാ അള്ളാഹ് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. നമുക്കൊന്ന് വായിക്കാം. ആദ്യമായി ശരിയുത്തരത്തിന്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. 1. മയ്യിത്ത് നിസ്കാരത്തിലെ തക്ബീറുകൾ 4, 5, 3. ഉത്തരം 4. രണ്ടാമത്തെ ചോദ്യം, ഒരാൾക്ക് വേണ്ടി ഫിത്ർ സക്കാത്ത് കൊടുക്കണം. 4 സ്വാഴ്, 1 സ്വാഴ്, 1 മുദ്ദ്. ഉത്തരം 1 സ്വാഴ്. ചോദ്യം 3, അറഫ നോമ്പ് നോൽക്കുന്ന മാസം ഷഅബാൻ, മുഹറം, ദുൽഹിജ്ജ. ഏതാണ്? ദുൽഹിജ്ജയാണ്. നാലാമത്തെ ചോദ്യം, കച്ചവട സാധനങ്ങൾക്ക് സക്കാത്ത് കൊടുക്കണം. 25%, 2%, 2.5%. ഉത്തരം ഏതാണ്? 2.5%. അഞ്ചാമത്തെ ചോദ്യം, ഇസ്ലാം നിരോധിച്ച കാര്യമാണ് ധൂർത്ത്, വിവാഹ സദ്യ, ഷെയർ ബിസിനസ്. ഉത്തരം ധൂർത്താണ്. ആറാമത്തത്, കുട്ടികൾക്ക് വിൽക്കാൻ പാടില്ല മത്സ്യം, പച്ചക്കറി, സ്വർണം. ഉത്തരേതാ? സ്വർണം. ഇനി രണ്ടാമത്തെ സെക്ഷൻ, ചേരുംപിടി ചേർക്കുക. ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, അത് മാച്ചായ സ്ഥലത്ത് പൂരിപ്പിക്കുക. 1, ജംറകൾ സ്ഥിതി ചെയ്യുന്നു ലെറ്റർ സി, മിനയിൽ. 2, മസ്ജിദുൽ അർശ് സ്ഥിതി ചെയ്യുന്നു ലെറ്റർ ഇ, ബദറിൽ. 3, നിക്കാഹ് നടത്തൽ സുന്നത്താണ് ലെറ്റർ എ, മസ്ജിദിൽ. 4, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ലെറ്റർ ബി, ഉഹദിൽ. അഞ്ചാമത്തത്, ഹാജിമാർ ദുൽഹിജ്ജ 9 നിൽക്കണം ലെറ്റർ ഡി, അറഫയിൽ. ഇനി മൂന്നാമത്തെ സെക്ഷൻ, വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1, നോമ്പിലുള്ള തെറ്റുകൾ ഫിത്ർ സക്കാത്ത് ശുദ്ധീകരിക്കും. 2, 20 മിസ്കാൽ ഏകദേശം 85 ഗ്രാമാണ്. മൂന്നാമത്തത്, മയ്യത്തിന്റെ കവിൾ മണ്ണിലേക്ക് ചേർത്തി വെക്കണം. 4, ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാൻ മരണത്തെ കൂടുതൽ ഓർക്കുന്നവനാണ്. 5, വധുവും വരനും മുസ്ലിമാവൽ നിക്കാഹിന്റെ ഷർത്താണ്. 6, മാതാപിതാക്കളുടെ ഖബർ എല്ലാ വെള്ളിയാഴ്ചയും സിയാറത്ത് ചെയ്താൽ ദോഷങ്ങൾ പൊറുക്കപ്പെടും. 4ാമത്തെ സെക്ഷൻ, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ചോദ്യം 1, ജന്നത്തുൽ ബഖീഅ മക്കയിലോ മദീനയിലോ? ഇവിടെ മദീനയിലാണ്. 2ാമത്തെ ചോദ്യം, സക്കാത്തിന്റെ അവകാശികൾ എത്ര? 8. 3ാമത്തത്, മുഹറം 10 നോമ്പിന് പറയുന്ന പേര് എന്താണത്? ആശുറ. 4ാമത്തത്, മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരത്തിൽ ലഭിക്കുന്ന പ്രതിഫലം എത്ര? 1,00,000 മടങ്ങ്. 5ാമത്തത്, തവാഫ് ചെയ്യുമ്പോൾ കഅബ ഏതു ഭാഗത്താവണം? ഇടതുഭാഗത്താവണം. 6ാമത്തത്, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബർ മക്കയിൽ എവിടെ? ജന്നത്തുൽ മുഅല്ല. 5ാമത്തെ സെക്ഷൻ, ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. ചോദ്യം 1, ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ ജീവിക്കണം? പരസ്പര സ്നേഹത്തോടെ സഹകരിച്ചും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും ജീവിക്കണം. 2, മയ്യത്ത് ഖബറിലേക്ക് ഇറക്കുമ്പോൾ എന്തു ചൊല്ലണം? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3ാമത്തത്, സകാത്ത് നിർബന്ധമുള്ള വസ്തുക്കൾ ഏതെല്ലാം? സ്വർണം, വെള്ളി, ഭക്ഷ്യധാന്യം, ഈത്തപ്പഴം, മുന്തിരി, ആട്, മാട്, ഒട്ടകം. ചോദ്യം 4, നോമ്പുകാരന് 2 സന്തോഷമുണ്ട് എപ്പോഴൊക്കെ? 1,
നോമ്പ് തുറക്കുമ്പോഴും മറ്റൊന്ന് പരലോകത്ത് തന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴും. ചോദ്യം 5. ഫിത്ർ സകാത്ത് കൊടുക്കേണ്ടത് എപ്പോൾ? ഷവ്വാൽ മാസപ്പിറവി കണ്ടത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് ഫിത്ർ സകാത്ത് നൽകണം. ഇനി 6. സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ ലഭിക്കുന്ന നേട്ടത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? ഉത്തരം: അള്ളാഹുവിന്റെ മാർഗത്തിൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ അവന് 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അള്ളാഹു അകറ്റും. 7. ഉംറക്ക് നിയ്യത്ത് ചെയ്യണം. എങ്ങനെ? നവൈത്തുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല. ഇനി 6. സെക്ഷൻ എന്താണ്? കുറിപ്പെഴുതുക. 5 വരിയിൽ കുറയരുത്. 1. മയ്യിത്ത് നിസ്കാരം, അതാണ് എഴുതേണ്ടത്. മയ്യിത്ത് നിസ്കാരം ഫർള് കിഫായായ കാര്യമാണ്. മയ്യിത്ത് നിസ്കാരത്തിന്റെ രൂപം: ഈ മയ്യിത്തിനെ അല്ലെങ്കിൽ ഇമാം നിസ്കരിക്കുന്ന മയ്യിത്തിന്റെ മേൽ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് തക്ബീർ ചൊല്ലുക. ശേഷം ഫാത്തിഹ ഓതുക. ഫാത്തിഹക്ക് ശേഷം 2ാം തക്ബീർ ചൊല്ലുക. 2ാമത്തെ തക്ബീറിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. 3ാമത്തെ തക്ബീറിന് ശേഷം മയ്യിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. 4ാമത്തെ തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ലാ തഹ്രിംന അജ്റഹു എന്ന് തുടങ്ങുന്ന ദുആ നിർവഹിക്കുക. 2ാമത്തത് നോമ്പിന്റെ മഹത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ നോമ്പെടുക്കുക, നിങ്ങൾ ആരോഗ്യവാന്മാരാവുക. ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ അവന് 70 വർഷത്തെ വഴിദൂരം അള്ളാഹു നരകത്തിൽ നിന്ന് അകറ്റും. നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഒന്ന് നോമ്പ് തുറക്കുമ്പോഴും മറ്റൊന്ന് തന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴും. അറഫ നോമ്പ് അനുഷ്ഠിച്ചാൽ മുമ്പും ശേഷവുമുള്ള 2 വർഷത്തെ നോമ്പും 2 വർഷത്തെ ദോഷവും. ആശൂറ നോമ്പ് അനുഷ്ഠിച്ചാൽ മുമ്പുള്ള 1 വർഷത്തെ ദോഷങ്ങളും അള്ളാഹു പൊറുക്കും. നോമ്പ് തെറ്റുകളിൽ നിന്നുള്ള ഒരു പരിചയാണ്. അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല മാർക്ക് നൽകാനുള്ള എല്ലാ അവസരവും ഒരുക്കി കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.